Hi friends, welcome back to T Blogs from Mavelikara. ഞാൻ ഈ വരുന്ന കുറഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ ഇടണോ വേണ്ടി ഒന്ന് ആലോചിച്ചു. കാരണം റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. പക്ഷെ അതിലുപരി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കുറിച്ച് ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് രാജ്യം എന്താ പറയാ കുറച്ച് കാര്യങ്ങളുണ്ടെന്നും കൂടി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. ഈ വെള്ളിയാഴ്ചയല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രണ്ട് കന്യാസ്ത്രീകള് പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ അറസ്റ്റിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഈ നാട്ടുകളിൽ കാണുന്നത് പോലെ അറസ്റ്റ് അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നത് പോലീസും അതുപോലത്തുള്ള ആൾക്കാരും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ പലർക്കും അറിയാം, നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് വേറൊരു തലത്തിലോട്ടാണ് കാര്യങ്ങൾ. നിങ്ങൾ ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ബജറംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല, അവിടുത്തെ ഒരു പ്രസ്ഥാനമാണ് അവരെ അറസ്റ്റ് ചെയ്യാന്നല്ല, ആ ഒരു നിയമപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി ബാക്കിയുള്ള നടപടികളിലോട്ട് നീക്കുകയും ചെയ്യുന്നത്. ഇതിലിരിക്കുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാല്, ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തല്ല, നമ്മുടെ രാജ്യത്തിലെ ഏതൊരു പൗരനും അവന് ഇഷ്ടപ്പെട്ട മതം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, പാർസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അവന് വേണമെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റ് ആയിക്കോട്ടെ, അവന് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ എടുത്തു കളയാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവം ആ കന്യാസ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അപ്പം ഈ പറയുന്ന മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം അവർ മുന്നോട്ട് ഇറങ്ങി തിരിക്കുമായിരുന്നെങ്കിൽ ഐ തിങ്ക് ഇപ്പം ഇന്ത്യയിലെ ഞാൻ നോക്കിയപ്പം ഇന്ത്യയിലെ ഏകദേശം ഒരു 2% അല്ലെങ്കിൽ ഒരു 10% പോലും ഇല്ല, 5% സംതിങ് ഏതാണ്ടേ ഉള്ളൂ ക്രിസ്ത്യൻസ് ഉള്ളത്. അപ്പം മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു ശതമാനം അവര് ആയേനെ. കാരണം പണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് സ്കൂൾസ് ഉണ്ട്, ഒരുപാട് മിഷണറി പ്രവർത്തനങ്ങൾ അവരൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഘടകം എന്തെന്ന് പറഞ്ഞാല്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞു, ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്ന ബി ജെ പി നേതാക്കന്മാരി പലരും അവർ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജുകളും ഡിഗ്രി എടുത്തതും എന്തൊക്കെ അതുപോലത്തുള്ള കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെയാണ്. അതാണ് രസകരമായിട്ടുള്ള കാര്യം. അപ്പം ഇത്തരം ഇഷ്യൂസ് ഒക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് കോൺഗ്രസും ബി ജെ പിയുമാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ 2 തവണയായിട്ട്, 2-3 തവണയായിട്ട് ബി ജെ പി, പിന്നെ ബാക്കിയുള്ള ടൈമുകളൊക്കെ കോൺഗ്രസിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ കാലയളവിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമെങ്കിലും ഇതിന്റെ ഒരു ശതമാന വർധനവ് കൂടിയത് ഈ ഒരു അടുത്തിടെയാണെന്ന് തോന്നുന്നു. ഈ ഒരു അടുത്തിടെയല്ല, ഈ ഒരു അടുത്തിടെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് വളരെ പത്തറ്റിക് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇങ്ങനെ നടക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞ, ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ബറ്റി ഞാൻ എടുത്തു നോക്കും. ഇപ്പം സബ്സ്ക്രൈബ്സ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു 80% പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി ഏറ്റവും അധികം ആൾക്കാരെ കണ്ടിരിക്കുന്നത് കാനഡ അല്ലെങ്കിൽ അയർലൻഡ് അതുപോലത്തുള്ള രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ, ഓരോ ദിവസങ്ങളനുസരിച്ച് ഇത് കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, പലരും ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ സംസ്കാരത്തെയും വെറുത്തു തുടങ്ങിയിരിക്കുന്നു. പലരും എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി യുവാക്കള്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഇതൊക്കെ ഓരോ ഇഷ്യൂസ് ആണ്. I think religion one of the dangerous weapon in our society and in our culture. Okay, stay tuned. T Blogs signing out.